ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ട ബജി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മുട്ട നമുക്ക് നല്ലതുപോലെ പുഴുങ്ങാൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അറിയില്ല കുട്ടികൾക്ക് ഇഷ്ടമാവും എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഏതായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ഇനി ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പം ഞാൻ മുട്ട പുഴുങ്ങുമ്പോൾ ഉപ്പിടുന്നതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ കൂടി ഇപ്പോൾ ഇടാറുണ്ട് കേട്ടോ. അത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടൂലെന്നൊരു ഹാക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ ഇടാറുണ്ട്. ഏതായാലും ഇതുവരെ അങ്ങനെ പൊട്ടൊന്നും കണ്ടിട്ടില്ല. ഏതായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ഉണ്ടെങ്കിൽ സക്സസ് ആണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ നമുക്ക് ഏതായാലും മുട്ട പുഴുങ്ങി പാകമാകുമ്പോഴത്തേനും ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ആവശ്യത്തിന് മൈദ ഇടുക, പിന്നെ ആവശ്യത്തിന് കടലപ്പൊടി ഇടുക. അത് നിങ്ങളൊരു ഇഷ്ടത്തിന് ഇട്ടുകൊണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ അളവ് അങ്ങനെ പറയാനറിയില്ല. ഏതായാലും നിങ്ങൾ ഇഷ്ടത്തിന് ഇടുക. എന്നിട്ട് ഞാൻ കുറച്ചിട്ടത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ ഇടാം. ഇത് കുറച്ച് എരിവുള്ള പൊടി അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് കേട്ടോ. പിന്നെ അതിലേക്ക് ഇടേണ്ടത് ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം ഇടേണ്ടത് നമ്മളെ കായപ്പൊടി ഇടണം. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ലംസൊന്നുമില്ലാതെ, അതായത് കട്ടൊന്നും പിടിക്കാണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കുക കേട്ടോ. ഞാനതിന് സ്പൂൺ ഒഴിവാക്കി നമ്മൾ ഹാൻഡ് ബീറ്ററില്ലേ, വിസ്കർ, അതെടുത്തു. അതുകൊണ്ട് നല്ലതുപോലെ ഇതാക്കിയെടുത്തിട്ടോ. അത് കുറച്ചുകൂടി നല്ലതുപോലെ കട്ട ഉണ്ടാവാതാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് സ്പൂൺ വെച്ചിട്ട് പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് കട്ടില്ലാതെ തന്നെ വേഗത്തിൽ കിട്ടും. ഏതായാലും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കി എടുക്കുകയാണ്. വല്ലാതെ ലൂസാവാനും പാടില്ല, എന്നാൽ വല്ലാതെ ടൈറ്റ് ആവും വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മളൊരു പാകം ഉണ്ടല്ലോ, ആ പാകത്തിൽ ഇതാക്കി എടുത്തോണ്ടോ. ഏതായാലും മുട്ടയൊക്കെ തിളച്ച് പാകമായി തുടങ്ങി, മുട്ട പൊട്ടി വരാൻ തുടങ്ങിയിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഈ മുട്ട പാകമായിട്ട് നമുക്ക് നേരെ തണുത്ത വെള്ളത്തിലേക്ക്, ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട വെള്ളത്തിലേക്ക് മാറ്റണം. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് പൊളിച്ചാൽ കിട്ടും. ഈ പൊളിക്കുമ്പോൾ നേരത്തെ നമ്മൾ ഇതിൻ്റെ സ്കിന്നിൽ നമ്മൾ ഈ എഗ് വൈറ്റ് പിടിക്കണ ഒരു ഇതുണ്ടാവില്ല, അതുണ്ടാവില്ല നമ്മൾ ഈ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചട്നി കൂടി ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുത്താലോ. അതിനൊക്കെ ആദ്യം എന്താ ഞാൻ ചെയ്തെന്നറിയോ, നമ്മളെ സവാളല്ലേ, ഒരു സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നല്ലതുപോലെ അരച്ചെടുത്ത് എന്നിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടു. കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം, കുറച്ച് കളർ ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഇട്ടത് ഉപ്പാണ്. പിന്നെ കുറച്ച് പഞ്ചസാര ഇടാം. എന്നിട്ട് നല്ലതുപോലെ എന്ത് ചെയ്യുക, അരച്ചെടുക്കാം. നമ്മൾ പിന്നെ ഞാൻ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചുകൊണ്ടു. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ, ടൈറ്റാക്കിയിട്ട് കുറുക്കിയ പുളിവെള്ളം ഉണ്ടല്ലോ, അതെടുത്താലും മതി. അങ്ങനെ അത് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്നി റെഡി ആയി. ഇനി നമുക്ക് മുട്ട പകുതി മുറിച്ചിട്ട് എന്ത് ചെയ്യാം, ബാറ്ററിലിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ. എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കുക. ഓരോന്നും നമ്മളത് സ്പൂൺ കൊണ്ട് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ നമ്മുടെ കൈയാണ് ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷൻ എന്ത് സ്പൂൺ കൊണ്ട് ചെയ്താലും കിട്ടൂലല്ലോ. അങ്ങനെ ഏതായാലും ഞാൻ ഓരോന്ന് മുക്കി പൊരിച്ച് എടുക്കാൻ പോവാണ് കേട്ടോ. ഇത് വൈകുന്നേരം സ്നാക്സിന് വെക്കാം. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ അങ്ങനത്തെ എണ്ണക്കടികളൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. ഏതായാലും സ്നാക്സിന് നല്ലൊരു റെസിപ്പി തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് മക്കൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഏതായാലും ഞങ്ങൾ ഓരോന്നും മുക്കി പൊരിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് റെഡി ആയിക്കിട്ടെ. ഈ മുക്കി പൊരിച്ച് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ ബാറ്റർ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ, പച്ചക്കായ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കായ നല്ല നൈസായിട്ട് വിലങ്ങനെ മുറിച്ചിട്ട് നീളത്തിൽ മുറിച്ചിട്ട് അതും കൂടി ഈ ബാറ്ററിലിട്ടിട്ട് അങ്ങ് മുക്കി പൊരിച്ച് കുറച്ച് ഈ ഏത്തക്ക ബജി കൂടി ഉണ്ടാക്കിയിട്ട്, പക്ഷേ ലാസ്റ്റ് എല്ലാം കൂടി തിരക്കായിപ്പോയി. അതാണ് ഞാൻ അത് കാണിക്കാത്തത്. പ്രത്യേകിച്ച് ഈ ബാറ്ററിൽ അങ്ങ് മുക്കി പൊരിച്ചെടുത്താൽ മതി. ഏതായാലും ഞങ്ങളിത് കഴിച്ചോക്കട്ടെ. പുതിയൊരു വീഡിയോ വീണ്ടും